അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സന്തോഷമുള്ളൊരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ, ഒന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ കുഴങ്ങൂല എന്നുള്ളതാണ്. ഒരാളെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്, നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കില്ല. എൻ്റെ അനുഭവത്തിലാണ് പറഞ്ഞത്. ഒരു കാര്യം കണ്ടിട്ട് ആ കാര്യം അള്ളാഹുവിനെ മുൻനിർത്തി നമ്മളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുത്ത പോലെ എൻ്റെ അനുഭവത്തിൽ പറയാൻ കാരണം, നമുക്കൊക്കെ അറിയുന്ന കേസാണ്. ഒരു കുടുംബനാഥന് കാലിന് സ്വാധീനമില്ല. അവിടെ ജനിച്ചു വളർന്ന 2 വയസ്സായ കുട്ടീൻ്റെ കാല് 3ാമത്തെ വയസ്സൊക്കെ കിടന്നപ്പോൾ സ്വാധീനം ഇല്ലാതെ കാലിന് ബെൻഡ് തുടങ്ങി. വേറെ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞ് 3ാമത്തെ വയസ്സൊക്കെ കിടന്നപ്പോൾ ആ കുട്ടിക്കും കാലിന് വയ്യാതായി. 3ാമത്തെ കുട്ടിക്കും രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആസ്പത്രികളൊക്കെ പോയപ്പോൾ ഇനി ഉണ്ടാണ് കുട്ടിക്ക് വരാതിരിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ലക്ഷങ്ങൾ വരുന്ന ടെസ്റ്റുകൾ നടത്തുന്നത് ജനിതക രോഗമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ജനിതകമായിട്ടുണ്ടാകുന്നതാണ്. പാരമ്പര്യമായിട്ട് പരമ്പര വെള്ളമൊക്കെ പരിശോധിച്ചിട്ടൊക്കെ പല പല പരിപാടികൾ നടത്തണം. അങ്ങനെയൊക്കെ ആ സഹോദരൻ്റെ ഒരു കുടിലിൽ കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു വേദനകൾ. ഇപ്പം നമ്മളൊക്കെ വീടിനുള്ളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനത്തിലാണ് വീട്ടിൽ ഓടി ചെല്ലുക. അവിടെ ചെന്നാൽ കിടക്കുണ്ടാവും, കട്ടിലുണ്ടാവും, ഫാനുണ്ടാവും, കുടിക്കാനുള്ള വെള്ളം മേശപ്പുറത്തുണ്ടാവും, ജനലിന് വാതിലിന് കുറ്റിയിട്ടുണ്ടാവും, ഫാന് സ്പീഡ് കൂട്ടാനും കുറക്കാനുള്ള സാധനം കയ്യെത്തിനടുത്തുണ്ടാവും. കിടക്കുമ്പോൾ പിന്നെ വലിയ ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ട് കിടക്കാൻ സൗകര്യം ഉണ്ടാവും. പുറത്തുകൂടെ ലൈറ്റ് പോകുമ്പോൾ അത് കടിക്കാക്കാൻ വേണ്ടിയിട്ട് വിരി കറക്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഏത് സാധാരണ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സുഖമായിട്ട് ആസ്വദിച്ച് ആസ്വാദനത്തിൽ ജീവിക്കണം. നമ്മൾ ഈ വീട് കണ്ടപ്പോൾ പഠിച്ചവനെ എന്താ ചെയ്യാറബേ എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ആ വീട് പണി തുടങ്ങിയാലോ എന്ന് ആലോചിക്കും. അൽഹംദുലില്ലാഹ് വീട് പണികൾ തുടങ്ങി. കുറച്ച് ആളുകളൊക്കെ സഹകരിച്ചു. തറൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസം മുമ്പ് ജിഹാദും ഞാനും കൂടിയും ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് അവിടെ എത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുട്ടായിപ്പോയി. അപ്പോൾ ഒരു ബാക്കിൽ നിന്ന് ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ നായ വരുമോ പാമ്പ് വരുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്. ഇപ്പുറമൊക്കെ ഭയങ്കര പൊന്തക്കാടാണ്. അപ്പോൾ ജിഹാദ് പാമ്പറ്റ വരുമോ എന്നിങ്ങനെ വെറുതെ അടക്കം പറഞ്ഞേ. അപ്പോഴാണ് ഓൻ പറഞ്ഞത്, കാക്ക എൻ്റെ മക്കളല്ലേ ഈ നടക്കണതെന്ന്. അതോടിയിട്ട് മനസ്സിൽ നിന്ന് അത് വല്ലാതെ ഒരു നൊമ്പരായിട്ട്. ഞാനും ജിഹാദൊക്കെ ജീവിതത്തിൽ അത്യാവശ്യം പുതിയ 8 കഴിഞ്ഞ ആൾക്കാരാണല്ലോ. അപ്പം എൻ്റെ മക്കളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാൻ പറഞ്ഞു. പിന്നെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഇരിക്കോടി നിന്ന് ബാക്കോട്ട് ഇരിഞ്ഞു നോക്കി. അപ്പോൾ ഇരുട്ടത്ത് ഇങ്ങനെ ഒരാൾ വരണം. അതെന്താ എന്ന് വെച്ചപ്പോൾ വെള്ളമില്ല, കുപ്പിയിൽ വലിയ ബോട്ടലിൽ വെള്ളം മേലെ സ്ഥലത്ത് നിന്ന് കിട്ടും, അത് കൊണ്ടുവരികയാണ്. അതോടും കൂടിയായപ്പോൾ പിന്നെ നമുക്ക് പഠിച്ചത് അനുഗ്രഹത്തെ പറ്റിയാണല്ലോ നമ്മൾ ചിന്തിക്കണത്. ഞങ്ങളവിടുന്ന് ഇൻഷാ അല്ലാഹ് ഈ നാളെ കയറിൻ്റെ പണി തുടങ്ങാറ്. നാളെ തന്നെ കയറിൻ്റെ പണി. അപ്പോൾ കിണറിൻ്റെ പണി തുടങ്ങാൻ വിചാരിച്ചിട്ട് കുറേ. അപ്പോൾ ഒരാൾ വന്നപ്പോൾ 1.5 ലക്ഷമാവും. അവിടെ ഉരുളങ്കല്ലുണ്ടാവും, അത് പൊട്ടിനെങ്കിൽ വേറെ ഇത് വരണം, 1.5 ലക്ഷമാവും. വേറെ ആൾ 1 ലക്ഷം ഉറുപ്പ്യാവും. അപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഒരു മൗനമായിരുന്നു. പക്ഷേ ഈ രംഗം കണ്ടപ്പോൾ രാത്രി മഗ്‌രിബിന് ശേഷം വെള്ളം കൊണ്ടപ്പോൾ ഞാൻ ആലോചിച്ച്, എൻ്റെ ഉമ്മാൻ്റെ തലൻ്റെ മുകളിൽ മൂർത്താവിലൊരു തയമ്പുണ്ട്. അത് എനിക്കും വേനൊക്കെ അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് മോട്ടറും കയറും ഇല്ലാത്ത കാലത്ത് 500 മീറ്റർ 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം കൊണ്ടുവന്ന തയമ്പ് എൻ്റെ ഉമ്മാൻ്റെ തലയിലുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒക്കത്ത് കെട്ടിയാണ്ട് കുടം കൊണ്ടുവരുന്ന സമയത്തും എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ കുടം കാണാൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് വലിയൊരു കുപ്പിയിൽ വെള്ളം പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അതും വേണ്ടത്ര കേൾവി ശക്തി ഇല്ലാത്തൊരു കുട്ടി വെള്ളം കൊണ്ടുവരുമ്പോൾ കയറി നാളെ കുത്തിക്കോളി, ആരായാലും വേണ്ടില്ല, കയറി കുത്തിക്കോളി കാരണം നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോരാണ്. അപ്പോൾ പിറ്റേന്ന് ആൾക്കാർ വന്നു. പിറ്റേന്ന് കിണർ കുത്താണ്. അപ്പോൾ പഠിച്ചവനെ പൈസ വേണമല്ലോ. കയറിൻ്റെ ആൾ വന്ന് പൈസ കൊടുക്കണം. അപ്പോൾ കിണറിന് മുമ്പ് ഒരാളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിന്. അപ്പോൾ ഈ പറഞ്ഞ സഹോദരൻ, അല്ല മറ്റേ ആളെ കിണറിൻ്റെ പണി എന്തായി? അപ്പോൾ കിണർ കുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതലാളി ആരാണ്? എന്നോട് ചോദിച്ചല്ല, ആരാ മുതലാളി? ആദ്യം വ്യക്തികൾ തരും, പൈസ കണ്ടെത്തിയിട്ട് വേണം കിണറിന് ഓർഡർ കൊടുക്കാമെന്ന് ഇങ്ങനെ ശങ്കിച്ചപ്പോൾ കിണർ കുത്തിക്കോളി, നാളെ തന്നെ കുത്തിക്കോളി, പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന ആൾ
ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുക എന്തായി, ഒരു 50 റുപ്യ നമ്മളിപ്പോൾ കൊടുത്താലോ, 50 കൊടുത്താൽ ബാക്കി ആരെയും കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ തവക്കുലാക്കിയത്, നമ്മൾ ബരേൽപ്പിച്ചത് പടച്ച റബ്ബിനെയാണ്. അല്ല തരും, നിങ്ങൾ കുത്തിക്കോളി. അപ്പോൾ ചോദിക്കാതെ തന്നെ 50 കിട്ടി. അപ്പോൾ കിണറിന് ബാക്കി പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ആ സൈറ്റ് കൂടെ വേണ്ട ആവശ്യത്തിൻ്റെ മെസ്സേജ് ഒരു 10 റുപ്യ കിണറിന് ഇപ്പം നടക്കുന്ന പണിക്ക് കൊടുക്കണം എന്നൊരു ഒരാൾ തന്നിട്ട് എവിടെയെങ്കിലും കേസ് ഉണ്ടപ്പോൾ അയച്ചുകൊണ്ട് അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടുന്നത് 10 റുപ്യ 15,000 റുപ്യ അയച്ചത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അപ്പം ഇനിയിപ്പോൾ ഇന്നലെ സുബൈക്ക് ഇങ്ങനെ പള്ളിയിൽ ഇരുന്നാണ്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ കയറുത്തി നോക്കി മോട്ടറിൻ്റെ വിലയും കൂട്ടി 1,06,000 റുപ്യ ചിലവാകും. കിട്ടിയത് 60. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം വീണ്ടും മൊബൈൽ നോക്കി. ഇന്നലെ 6:39 പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ ചെരുപ്പ് ഒരു കൈ, കാലിൽ ചെരുപ്പ്, ഒരു കയ്യിൽ മൊബൈലാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ലൈനിൽ കൊണ്ടുവന്ന ഒരു സ്നേഹിതൻ, അല്ല ഈ ആഴ്ചകൾ ഇന്നെ കൊണ്ടുപോയില്ലല്ലോ, എന്നെ നിങ്ങൾ കൊടുക്കും വിളിച്ചില്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും നല്ല പ്രൊജക്റ്റ് ഉണ്ട് ഒരു കിണർ കുത്താൻ. ഞാനൊരാളോട് കുറേ കാലമായി ചോദിക്കണേ. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചാണ്, കിണറാണെങ്കിൽ ഞാൻ പൈസ സഹായിക്കാം, ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ. അല്ല ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ കാക്ക, ഇത് വേഗം പറയാറ്. ഓ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നല്ല ജിയാദ് പറഞ്ഞവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മൊബൈലും കുറിച്ച് വേഗം കാറിലാണ് കയറി ഉത്തർന്ന്. ഒരു എന്താണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവസ്ഥ, വെള്ളം ചാടുന്നതും തലേന്ന് വെള്ളം കുത്തുമുള്ള വെള്ളം ഇതാവുന്നതും കിണറിൽ ഒരു മോട്ടർ അടിക്കൊക്കെ വിട്ടുകൊടുത്തു. അപ്പോൾ എനിക്കൊരു മെസ്സേജ്, ഇവൻ UAE ഉറങ്ങിക്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിന് മുന്നേ ആരെങ്കിലും വന്ന് ചാടിയാൽ ചാൻസ് പോകും കേട്ടോ, ആദ്യം വരുന്നവർക്ക് ചാൻസ് പോവും, അത് തന്നില്ലെങ്കിൽ കുടുങ്ങും. അപ്പോൾ ഞാനിത് നിങ്ങളത് കളയിൽ കുട്ടിക്കോളും എന്ന് പറഞ്ഞേ നോക്കാറിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മെസ്സേജ് 46,000 റുപ്യ ബിസ്മിൻ്റെ അക്കൗണ്ടൊക്കെ അയച്ചിട്ടുണ്ട്. 46. അപ്പോൾ എനിക്ക് 1.6 ആവശ്യം. ഇങ്ങനത്തെ ഒരു റബ്ബ് നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണത് ഒരു കാര്യം തലക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാൻസ് നമ്മൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു തആല ഒരിക്കലും നമ്മളെ വെറും കിഴിയോട് മടക്കില്ല. ഇങ്ങനെ പറ്റിക്കാത്തൊരു പടച്ചോനെ നമുക്കുള്ളത്. ഈ പടച്ചോനെ പറ്റി പറയുമ്പോൾ പറ്റിക്കാത്തൊരു പടച്ചോനെ, അത് ആ വാക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോകല്ലോ. കാരണം ഒരു കാര്യം ഏറ്റെടുത്ത് അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ഏറ്റു. പടച്ചോനെ ഇത് കൊണ്ടാ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്ന ഒരു റബ്ബ് നമ്മളുണ്ട്. അങ്ങനത്തെ ഒരു പടച്ചോനെ വക്കീലാക്കിയിട്ട് ആ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മളൊരു സംവിധാനം ഏറ്റെടുത്താൽ, അതിൻ്റെ ഒപ്പം നിന്നാൽ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കാൽപാദങ്ങൾ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തും, മുട്ട് പറക്കൂലാന്ന്. ഇപ്പോൾ ഒരു കടക്കാരൻ അങ്ങോട്ട് തിരഞ്ഞു തന്ന മോട്ടർ അവിടെ എടുത്തോ കാദർബായി എന്ന് പറഞ്ഞ് കാദർസായി മോട്ടർ എടുത്ത് വണ്ടി കയറ്റി വിട്ട്. പിന്നെ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കുമല്ലോ അതിലെന്തെങ്കിലും സാധനങ്ങൾ മടക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ ബില്ല് കംപ്ലീറ്റ് ചെയ്യില്ല. ചിലപ്പം വിചാരിച്ച സാധനത്തിൽ എന്തെങ്കിലും കുറവും കൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ പിറ്റേന്ന് വൈകുന്നേരം നമുക്ക് ഇത് ക്ലിയർ ചെയ്താൽ മതി. അവിടുന്ന് മടക്കി കൊണ്ടുവരുന്ന സാധനം ഉണ്ടാവും. അള്ളാഹിക്കിട്ട് ഇടപെട്ടു, അള്ളാഹിട്ട് ഇടപെടുകയാണ്. ആ സാധനം മാറ്റി കിട്ടുന്നതിന് മുന്നേ അതിനാവശ്യമുള്ള സാധനങ്ങൾക്ക് ഒക്കെ കണക്കാക്കിയുള്ള പൈസ എത്ര വീട്. അത് ഞാൻ 46 എന്നുള്ളത് 56 പറയണമെങ്കിൽ 56 ഇവിടെ ചിലവായി അത് തരാൻ ആൾ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റബ്ബ് നമ്മുടെ മുന്നിലുണ്ട്. അൽഹംദുലില്ലാ വെള്ളം കിട്ടി വെള്ളം കുടിക്കലൊക്കെ സാധനം. ഞാൻ അങ്ങോട്ട് തീർക്കുമ്പോണ്ട് അബ്ദുട്ടി ആ മനുഷ്യൻ്റെ മേത്തേക്ക് വെള്ളം അടിക്കണം. ഞാൻ ഇവൻ എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു ഇന്നൊന്ന് കുളിപ്പിക്കണം, എൻ്റെ മേത്തേക്ക് അടിച്ചൂടെന്ന് പറഞ്ഞ് ഇന്നോണ്ട് അടുപ്പിച്ചതാണ് പറഞ്ഞു. ഞാനൊരു മനുഷ്യൻ്റെ മേത്ത്, ഞങ്ങളൊരു 10-15 ആൾ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മേത്തേക്ക് വെള്ളം അടിക്കുമ്പം കിണറ്റിൽ നിന്ന് വരുന്ന നല്ല ഫോഴ്സുള്ള വെള്ളം കൊണ്ട് അതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കുളിക്കണ ആ ഒരു രംഗമുണ്ടല്ലോ. അതായത് സ്വന്തം ഒരു കുപ്പിയിൽ വെള്ളം ആഴ്ച കൊണ്ടുവന്നപ്പോൾ പിറ്റത്തെ ആഴ്ച നേരമായപ്പോൾ ഈ ഭയങ്കര ഓസിൽ ഉള്ള വെള്ളം അപ്പോൾ ആ വെള്ളം ഈ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ കുളിക്കണ ഒരു നിർവൃതി. അപ്പോൾ ഒരാളെ സന്തോഷിപ്പിച്ചാൽ അള്ളങ്ങളെ സന്തോഷിപ്പിക്കും, ഒരാളെ ബുദ്ധിമുട്ട് മാറ്റി അള്ളങ്ങളെ ബുദ്ധിമുട്ടാണ്. ഇതിലും വലിയ ലാഭകരമായ കച്ചവടം വല്ലതും ഉണ്ടോ? ഇത് വലിയ ലാഭങ്ങൾ. ആ മനുഷ്യന് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന മനുഷ്യൻ ഒരു വലിയ വണ്ണുള്ള ഓസ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒന്ന് കുളിപ്പിച്ചുകൂടെന്ന് പറയാൻ മാത്രം മനസ്സമാധാനം കിട്ടിയെങ്കിൽ, അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ചാടി വീകാനും അവസരങ്ങൾക്ക് പാർത്തിട്ട് പഠിച്ചവനോട് എനിക്ക് അവസരങ്ങൾ കൊണ്ടാന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കൂടി വേണം. എനിക്കൊരു അവസരം കൊണ്ടാ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴേ പഠിച്ച നമുക്ക് തരും. അൽഹംദുലില്ലാ ആ ഭാഗം റാഹത്തായി, കടമൊന്നുമില്ല. ഒരു പണി നടക്കുന്നുണ്ട്, പിന്നെ ബെൽറ്റിൻ്റെ പണി ഇറക്കാൻ സിമെൻറ്റ് ഇതൊക്കെ ഇല്ല, വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് നാളെ നടക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നിൽ വരുന്ന
അവസരങ്ങൾ നമ്മൾ ഫലപ്രദം. അപ്പോൾ ഒരാൾക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഒരാൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമ്മൾക്ക് സമാധാനം. ഒരാളെ ബുദ്ധിമുട്ട് മാറ്റിയാൽ അള്ളാഹ് നമ്മളെ ബുദ്ധിമുട്ട് മാറ്റും. നിങ്ങളൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹ് നമ്മളെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കലും സ്നേഹിക്കലും ഒരു കിണറിന് മോട്ടർ വെച്ചിട്ടോ 10 കിലോ അരി കൊണ്ട് കൊടുത്തിട്ടോ അള്ളാഹുവിൻ്റെ സഹായം അങ്ങനെ ആവില്ലല്ലോ. നമുക്കിപ്പോൾ ഒരുപാട് കറൻസി അല്ലെങ്കിലും നമുക്ക് ഈ കറൻസിൻ്റെ വാല്യൂ മാത്രമാണ് അള്ളാഹു തന്നതെങ്കിൽ തിന്നിടുന്ന് സമ്മതിക്കണമെങ്കിൽ കുറേ കറൻസികൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. കുറേ ബാങ്കിൽ അക്കം കൂടിയെന്ന് പറയുമ്പോഴാണ് അള്ളാഹ് നമ്മളെ സഹായിച്ച് നമുക്ക് ബോധ്യം വരുള്ളൂ. നമ്മളെ ശരീരത്തിന് കിട്ടുന്ന ഈ തലച്ചോറ് മുതൽ ബുദ്ധിശക്തി മുതൽ കാഴ്ച മുതൽ കേൾവി മുതൽ സംസാരം മുതൽ സംസാരിക്കണമല്ലോ. കിഡ്നിയെക്കാട്ടും വരണമല്ല ഇതിൻ്റെ ഒരു ലിവറിൻ്റെ ഒരു കഷ്ടം 40 ലക്ഷമൊക്കെയാണ് ഇപ്പോൾ റേറ്റ് എന്നിട്ട് 1 കോടി ഉറുപ്പ്യ ഇപ്പോൾ നാളെ ഒരു കഷ്ണം വെട്ടി ഒരു സർജറി 1 കോടി ഉറുപ്പ്യ. കിഡ്നിയെക്കാട്ടിലൊക്കെ വരെ 1 ലക്ഷം അല്ല 1 കോടി ഉറുപ്പ്യാണിത് പിന്നെ മാറ്റി സർജറി ചെയ്തിട്ട്. എന്താ അപ്പോൾ ഇതിനൊക്കെ കേൾക്കണത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോടികൾ ആസ്തിയുള്ള ആളുകളെ നമ്മളൊക്കെ. അപ്പോൾ ഈ കോടികളൊക്കെ അള്ളാഹ് കേടുവരാതെ നിർത്തുക എന്നുള്ളത് ഇതൊന്നും പിന്നെ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ കേടുവരാതെ നിർത്തി കിട്ടുക എന്നുള്ളത് അള്ളാഹ് തന്നെ കറൻസിനേക്കാളും ഒരാൾക്ക് അള്ളാഹ് ഒരു 50 ലക്ഷം കൊടുത്ത് 70 ലക്ഷം ഉറുപ്പ്യൻ്റെ അയാൾക്ക് ചിലവും വന്ന് ഒരാൾക്ക് അള്ളാഹ് 1000 കൊടുത്ത് 500 ഉറുപ്പ്യൻ്റെ ചിലവില്ല, ആകെ 500 ഉറുപ്പ്യ ബാക്കി. ആർക്കാ ഭാഗ്യം? ഇത്ര ആളുകൾ സന്ദർശിക്കുക ആശ്വാസം കൊടുക്കുന്നതിൽ പഠിച്ചോ നമ്മളെ അക്കൗണ്ടിൽ നന്മ തരും. ഇപ്പോൾ ഫിസിയോതെറാപ്പി സെൻ്ററിലെ 12 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടി വെള്ളിയാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പള്ളീൻ്റെ ബാക്കിലിരിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ നടന്നു പോകണ കണ്ടു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ആ കുട്ടി ഫിസിയോതെറാപ്പി മെഷീൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് സലാം ചൊല്ലി തോള് തട്ടിയപ്പോൾ ആ കുട്ടി സലാം മടക്കിയില്ല. അപ്പോൾ ഞാൻ കുട്ടീൻ്റെ ഉമ്മാനെ മതി ഉമ്മ പറഞ്ഞു അവൻ സംസാരിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ജന്മന അങ്ങനത്തെ അല്ല, ജന്മന അങ്ങനല്ല, ഓനൊരു പനി ബാധിച്ചാണ്. പനി വന്നു, അത് തലച്ചോറിൻ്റെ എന്തോ പ്രവർത്തനങ്ങൾ ബാധിച്ചു. അങ്ങനെ അതിൻ്റെ ചികിത്സ നടന്ന് കുറച്ച് നടക്കേണ്ട ഇടയിൽ ഓന് സ്ട്രോക്കും വന്നു. ഓൻ്റെ കൈക്കും പ്രശ്നം, കാലിനും പ്രശ്നം. കൈ ഇങ്ങനെ മടങ്ങിപ്പോയി, ഇപ്പോൾ സംസാരമില്ല, മര്യാദയ്ക്ക് നടക്കാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. അങ്ങോട്ട് പറഞ്ഞത് ഫുള്ള് മനസ്സിലാവും, ഇങ്ങോട്ടൊന്നും പറയാനും കഴിയില്ല. 13 വയസ്സായ ഒരു ആൺകുട്ടി, ബാപ്പ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് ഓനെ തടവി കുറച്ച് സമാധാനം കൊടുത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ച്. അപ്പോൾ അവനൊന്ന് ചേർത്ത് പിടിച്ച് ബാർജാനെയും മോമാക്കാനെയും മൻസൂറിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. രോഗം മാറാത്തതും പഠിച്ച റബ്ബിൻ്റെ അടുത്താണ്. ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് കിറ്റ് കൊടുക്കണം, ഇവർക്ക് നിങ്ങൾ മാസത്തിൽ പെൻഷൻ കൊടുക്കണം. മൻസൂറിന് വേണ്ടി ഡോക്ടർ വരുമ്പോൾ കാണിച്ചിട്ട് ഇവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അതിന് തീരുമാനം എടുക്കണം എന്ന് അവർ ഏൽപ്പിച്ചപ്പോൾ ഇവരിങ്ങളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന് ആ പെണ്ണിനോട് പറയുമ്പോൾ ആ പെണ്ണിനുണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ട്. ഇന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ 4 ഉറുപ്പ്യൻ്റെ മുടക്കില്ല. ഡോക്ടർ വരും, ഡോക്ടർ ശ്രദ്ധപ്പെടുത്തണം, അവിടെ ഉള്ളൊരു കിറ്റ് എടുത്ത് കൊടുക്കണം, മാസത്തിലൊരു പെൻഷൻ കൊടുക്കണം. ഇന്നുള്ളത് തന്ന അനുഗ്രഹം നമുക്കുണ്ടല്ലോ. അതേ രീതിയിൽ നമ്മൾ ഇവിടെ വരുന്ന മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ളൊരു മാനസികാവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കേണ്ടത്. നമ്മൾ സാധാരണ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്ത് പോണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോണ ഡോക്ടറും അതിൻ്റെ കൈകാര്യം ചെയ്യണ അതിൻ്റെ റൗണ്ട്സ് എടുക്കാൻ പോണ ഒരു ഡോക്ടറും അത് കൈകാര്യം ചെയ്യണ ഗുമസ്തന്മാരെ പോലെ നമ്മളാവാൻ പറ്റൂല. അവരങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു രോഗിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ രോഗി അനുഭവിക്കുന്ന വേദന അപ്പുറത്ത് വായിക്കണം, അതിനപ്പുറത്ത് അതിനകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 4-5 മാസമായിട്ട് നമ്മളെ ഓർഫൻ കെയറിലൊരു കുട്ടിക്ക് ബ്ലഡ് വൊമിറ്റിങ് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പം പേടിച്ച് അന്ന് ഡോക്ടർ അടുത്ത് വരാൻ പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് വലിയ അപകടമൊന്നും കാണുന്നില്ല, കുറച്ച് മരുന്ന് കുടിക്കട്ടെ എന്ന്. വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും ഇതുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒന്ന് ടെസ്റ്റുകളൊക്കെ നടത്തട്ടെ, മരുന്ന് കുടിക്കട്ടെ, മാറും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് 10-90 കിലോമീറ്റർ അപ്പുറത്ത് ഇന്നലെ യാത്രയിൽ നമ്മളെ തൊട്ടപ്പുറത്ത് ജില്ലയിൽ ഇങ്ങനെ പോയപ്പോൾ ആ നാട്ടിലെ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണ നമ്മളെ അവിടുത്തെ ഒരു അമീർ എന്ന് പറഞ്ഞൊരു സഹോദരൻ അന്നുകൾ എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച വാട്സപ്പിലൊരു മെസ്സേജ് നിങ്ങളും വിട്ടുവന്നു, ആവശ്യം വിട്ടുവന്നു, ഞാനവിടെ പോയിരുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് ഒന്ന് അറിയണ്ടേ, നിങ്ങളൊന്ന് പോയി കാണുമോ, ഞാൻ വരാം. അങ്ങനെ വണ്ടി കയറ്റി ആ സഹോദരനും ആ സഹോദരൻ്റെ ഭാര്യയും വണ്ടി കയറി, ഞാനും ഇവിടുന്ന് പോയ ഒരു എഞ്ചിനീയറും അത്യാവശ്യം തിരക്കുള്ളൊരു മനുഷ്യൻ അങ്ങനെ പോയി അങ്ങോട്ട് പോകാൻ പ്രശ്നം കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എങ്ങനെ ചോദിച്ചിട്ടും കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നില്ല. കുറേ നേരം മണിക്കൂറുകളോടെ അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ് ബാപ്പ ഏതായാലും മരിച്ചു. ബാപ്പ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു താങ്ങും തണലായ എളാപ്പണ്ടേനി, എളാപ്പ അടുത്ത സമയത്ത് മരിച്ചു. ഇപ്പോൾ ഓരോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആദികളുണ്ട്. എന്താ ആദി? ബാപ്പ എൻ്റെ തണൽ പോയി, സമാധാനം ഉണ്ടായിരുന്ന
എളാപ്പാൻ്റെ തണൽ നഷ്ടപ്പെട്ടു. അവിടെ കാണുന്ന ചെറിയ ഗല്ലികൾ, അവിടെ കാണുന്ന ചെറിയ ചെറിയ കൂരകൾക്കിടയിൽ ഒരു 750 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു 750 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട്, ആ ഏരിയയിലെ ഒരു സ്റ്റാൻഡേർഡുള്ള വീട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പോൾ ആ നാട്ടിലെ ഒരു ഭേദപ്പെട്ട വീടാണ്. അതായത് എല്ലാ കുടിലുകളും എല്ലാം കോർത്തിറക്കി ഓട് വീടിൻ്റെ ഇടയിൽ ഒരു 750 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് അവിടെ ഉള്ളത്. അപ്പോൾ 750 സ്ക്വയർ ഫീറ്റുള്ള വീടാണല്ലോ ഈ 200 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ ഇടയിൽ വലിയ വീട്. അതുകൊണ്ട് ആരും അവിടെ ഒന്നും കൊണ്ടുപോയി കൊടുക്കില്ല. 2 പെൺകുട്ടികൾ. ഈ എൻ്റെ പ്രയാസം കണ്ട് ഉരുകിത്തീരുന്ന മക്കൾക്ക് ഇങ്ങനെ ചോര ഛർദ്ദിക്കുമ്പം ബേജാറാകുന്ന ഇമ്മയും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒറ്റപ്പെടുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾ ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക, 2 ആൾക്കാരും അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ആളുകൾ. ഒരാൾ ഒരു വലിയ എഞ്ചിനീയർ. ആ മനുഷ്യൻ ചോദിച്ചു, മോളെ കുട്ടി ഇപ്പോൾ പഠിക്കണത്? പഠിക്കണത്. ഈ പഠിച്ച് വലിയ ആളാണോ? എൻ്റെ പഠനത്തിൻ്റെ യാത്രയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കാക്കാനെ വിളിക്കണം, ഞാൻ കൊടുത്തോളാം. ഈ ഇന്ന കോഴ്സിനൊക്കെ ചേർന്നിട്ട് പഠിച്ചോ, ഈ പഠിച്ച് വലുതായിട്ട് ഈ കുടുംബത്തിന് താങ്ങുന്നുണ്ടല്ലോ, ഈ വീട്ടിൽ സ്വക്കടേരിയായിരുന്നാൽ പിന്നെ മാറും. അപ്പോൾ എൻ്റെ മുന്നിൽ അപ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ആൾ വലിയ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് സംഗതി ഇവർ അനുഭവിക്കുന്ന വേദന ആയിരിക്കും. മറ്റാളും സംസാരിച്ച് അപ്പം ഇനിയൊരു ടെസ്റ്റ് നടത്തുന്ന 7500 റുപ്യ വേണം എന്നാദ്യം പറഞ്ഞപ്പോൾ 7500 റുപ്യയായിട്ട് ആ നാട്ടിൽ ഏറ്റവും വലിയ സമ്പന്നത, ഏറ്റവും വലിയെങ്കിൽ മോശമില്ലാത്ത സമ്പന്നനായ ഒരാളും അയാളെ ഭാര്യയും കൂടി ഹോസ്പിറ്റലിൽ മുന്നിൽ നിൽക്കുകയാണ് ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ. ബാപ്പയില്ല, ആങ്ങളാരില്ല, എളാപ്പയില്ല, കൂട്ടുംകുടുംബമില്ല, ശ്രദ്ധിക്കാൻ ആളില്ല. ഇത് മനസ്സിനുള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രധാനിയായ ഒരാൾ വിലപിടിപ്പുള്ള ഒരു കാറ് വെച്ച് ആസ്പത്രിയിൽ ഡോക്ടറെ മുന്നിൽ നിന്നിട്ട് എന്തും ഞങ്ങൾ റെഡിയാന്ന് പറയുമ്പോൾ ഡോക്ടർ കുറച്ചുകൂടിയും കഴിഞ്ഞു. അപ്പോൾ അന്ന് ആ ടെസ്റ്റ് നടത്താൻ പറ്റാത്ത ആ കുട്ടിക്ക് ശാരീരിക പ്രയാസമുള്ള സമയത്തുകൊണ്ട് ആ ടെസ്റ്റ് നടത്താതെ അപ്പോൾ എന്തുണ്ടെങ്കിലും ഈ താത്ത, ആ സമ്പന്നനായ മനുഷ്യൻ്റെ ഭാര്യ ഈ കുട്ടീനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. പോരെ നേരത്തെ അപ്പോൾ എൻ്റെ കൂടെ എഞ്ചിനീയറും ആ ആളും പറയാം, ആ കുട്ടീൻ്റെ അസുഖം മാറിയ മാതിരി പോയിട്ടില്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറയേണ്ടത് എത്ര വേണമെങ്കിലും എൻ്റെ പഠനത്തിന് മുന്നോട്ടുള്ള യാത്ര എന്തായാലും ഞാൻ നോക്കി ബഷീറാക്കാനെ വിളിച്ചാൽ മതി. ഞാൻ പറയണ ഈ താത്തയും ഈ കാക്കി ഈ നാട്ടിൽ ഒളിക്കാക്കി ഇങ്ങനെ ദൂരത്തുണ്ട്. ഇവർ വന്നിട്ട് നിങ്ങളെല്ലാ സംരക്ഷണവും ഒരു ഏറ്റെടുക്കും, നിങ്ങൾ ബേജാറാണ്ട എന്ന് പറയാം. എനിക്കിപ്പോൾ എത്ര ഒരു ഉറുപ്പ്യ എനിക്ക് ചിലവില്ല, ഒരു കാലിച്ചായൻ്റെ മുടക്കും കൂടി എനിക്കില്ല. ഒരു 2 ആളും തലച്ചു, കുറച്ച് പൈസക്കാരൊക്കെ കൊടുത്തു. ബൈക്കെന്ന് ചർച്ചയിൽ ഇവർ പറയാണ് ആ കുട്ടീൻ്റെ അസുഖമൊക്കെ മാറിയുമായിട്ടുണ്ട്. എന്തോ ഒരു സന്തോഷം. ചെന്നപ്പോൾ ഉണ്ടായ 3 മുഖങ്ങളല്ലല്ലോ, 1 മണിക്കൂർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം നമ്മളവിടെ ചിലവഴിച്ച് നോക്കിയപ്പോൾ, കറക്റ്റ് 1.5 എനിക്കറിയില്ല, അതിൽ കുറേ സമയം നമ്മൾ ചിലവഴിച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കറൻസിനേക്കാളും താങ്ങാൻ ആളുണ്ട്, ചേർത്ത് പിടിക്കാൻ ആളുണ്ട്, ഒറ്റപ്പെട്ടിട്ടില്ല, ഇനി ജീവിക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടിയപ്പോൾ ആ കുട്ടികളുടെ മുഖം പ്രസന്നമാവുകയാണ്. ആ കൂട്ടത്തിൽ ഉമ്മ പറയാണ് ബിസ്മിൽ വരുമ്പോഴാണ് ഒരു സമാധാനം. ശരിയഫ് കാക്കാനോട് സംസാരിച്ചപ്പം മോക്ക് ഒരു സമാധാനം ഉണ്ടായിനി. പിന്നെ കാക്കാൻ്റെ ഒന്ന് കണ്ടിട്ടെങ്കിൽ കാക്കാൻ്റെ മുഖത്തേക്ക് നോക്കിയാലും ഒക്കെ സമാധാനമാണ്. അതാണ് അവിടെ വന്നപ്പോൾ കാക്കാൻ്റെ റൂമൊക്കെ വന്നത്. ഇന്നെ കണ്ടാൽ ഒരാൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോഴും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ചെന്ന് കൊടുക്കണമല്ലോ. നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ വീടുകളിൽ ചെന്ന് നോക്കണം, ഒന്ന് ചേർത്ത് പിടിക്കണമല്ലോ, ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങളൊരാളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹ് നമ്മളെ സന്തോഷിപ്പിക്കും. ഒരാളെ ബുദ്ധിമുട്ട് മാറ്റി കൊടുത്താൽ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ട് മാറ്റും. നിങ്ങളൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള നിബിധങ്ങളെ ഈ ഹദീസുകളൊക്കെ നമ്മൾ മുന്നിൽ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി പോന്നു. ആ കുടുംബത്തിന് ഭയങ്കര ആശ്വാസമായി. അപ്പോൾ പറഞ്ഞു എത്ര നിങ്ങൾക്ക് കിട്ടുന്നു? 3000 റുപ്യാണ് ഇവിടെ തരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, 2000 രൂപ മരുന്നിനാവുന്നുണ്ട്, 1000 റുപ്യ പിന്നെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ തന്നെ ആവശ്യം വിളിച്ച് സക്കാത്ത് ഫണ്ടിൽ നിന്ന് 2000 കൂട്ടി മാസത്തിൽ 5000 പൈസ അയച്ചു കൊടുക്കണം. വേറെ ബിസ്മിക്ക് വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് അഡീഷണൽ പൈസയും കൊടുത്താണ് 5000 എല്ലാ മാസം കൊടുത്താണ്ട് എന്ന് വിളിച്ച് പറയാൻ പറ്റണത്. ഞാൻ എൻ്റെ കുടിയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്ത പൈസ അല്ലല്ലോ. ഇവിടെ സക്കാത്തിൻ്റെ വീതം കിട്ടുന്നതുകൊണ്ട് സക്കാത്തിലൊരു വീതത്തിൻ്റെ 100% അർഹതപ്പെട്ട ഒരു കുടുംബം നമ്മൾ മുന്നിൽ ബോധ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ സമാധാനം. ഇപ്പോൾ ഞാൻ സെയ്തുൽ ഡോക്ടറോടും ഉമ്മ ഡോക്ടറോടും ഈ രോഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു 2 ആൾ ഇതിനാണ് സൈക്കോസോമാറ്റിക് എന്ന് ഞങ്ങളെ മെഡിക്കൽ ടൈമിൽ ഞങ്ങൾ പറയാം എന്നാണ് ഇപ്പോൾ ഒരു പറഞ്ഞത്. അതിപ്പോൾ സാധാരണഗതിയിൽ ഒരു സൈക്കാട്രി ഡോക്ടറെ മുന്നിൽ കൊണ്ടുപോയി കൂത്തി സൈക്കാട്രി മെഡിസിൻ മാത്രം കൊടുത്ത് കുട്ടി മരുന്ന് കുടിച്ച് വണ്ണം വെച്ച് പോയി ആ കുട്ടി ഒരു മാനസിക രോഗിയായി മാറുമ്പോൾ ആ കുട്ടീൻ്റെ വേദന എന്താണെന്ന് പഠിക്കാൻ, അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ നമ്മളെപ്പോഴും സാധാരണക്കാർക്കും പറ്റുമല്ലോ.
ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം സൈക്കാട്രി ഡോക്ടറെ അടുത്ത് പോയാലും എത്ര ഈ കഥകൾ മുഴുവൻ 1 മണിക്കൂറൊന്നും കേൾക്കാൻ വേറെ രോഗികൾ കാത്തുക്കുമല്ലോ. അപ്പോൾ അതിന് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റണ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ കാണാം. ഇപ്പോൾ ഇന്നലെ 4 കുട്ടികൾ, 6 മാസം പ്രായമുള്ളൊരു കുട്ടി ഒക്കത്ത്, 4 വയസ്സായൊരു കുട്ടി, 5-6 വയസ്സായൊരു കുട്ടി, 7 വയസ്സായൊരു കുട്ടി, 4 പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ പോയി നോക്കിയപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ബന്ധുവിനാണ്, ഇപ്പോൾ RCCയിലാണ്, ഇവിടെയാണ് ക്യാൻസർ. ഇവിടെ ക്യാൻസറിന് വർത്തമാനം പറഞ്ഞത് ശരിയാകണില്ല. ഒരു പേരൻ്റെ ഉള്ളിൽ 4 പെൺകുട്ടികൾ 10-12 വയസ്സിൻ്റെ താഴെ, 6 മാസം മുലടിക്കുന്ന കുട്ടിയായതുകൊണ്ട് പെങ്ങളൊക്കെ കൂടെ തിരുവനന്തപുരത്ത് പോയി വരികയാണ്. ഒരു നിർവാഹമില്ലാത്ത ഒരു ദയനീയ മനുഷ്യൻ, 4 പെൺകുട്ടികളും ഒരു ഉറുപ്പ്യൻ്റെ വരുമാനമില്ലാത്ത ഒരു ദാരിദ്ര്യ കോളനിയിൽ, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത, സമ്പന്നന്മാരൊന്നും താമസിക്കാത്ത ഒരു മലൻ്റെ മുകളിൽ 4 പെൺകുട്ടികളെയും കൊണ്ടിട്ട് ക്യാൻസർ പിടിച്ച് 36 വയസ്സായ ചെറുപ്പക്കാരൻ്റെ മനോവേദന എത്ര വലുതായിരിക്കും. അവരാണല്ലോ ഇവിടെ പേരെഴുതിയേക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓൽക്കുണ്ടാകുന്ന ആ ഒരു സമാധാനം. വീടില്ലാതെ മറ്റൊരാളെ ഉടച്ച് താമസിക്കണ 34 വയസ്സായ ഒരു ചെറുപ്പക്കാരന് വേറെ സ്ഥലത്ത് ക്യാൻസർ വന്നിട്ട് ഇനി ഈ 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് സർജറിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചിലവൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടും, അവിടെ വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ തെറ്റില്ല, അതിന് പൈസ തരുമോ എന്നുള്ള ആൾക്കാർ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ്. അത് സമ്പത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ധരിച്ച് വെക്കരുത് എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ എന്ന്. പക്ഷെ നമ്മളെ പൈസനേക്കാളും ഒരുപാട് വില മതിക്കണ ഒരു സംസാരം മതിയാവും, ഒരു നോട്ടം മതിയാവും, ഒരു ചേർത്ത് പിടിക്കലാണ്. ഒറ്റപ്പെട്ടിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരുപാട് പൈസ കൊടുക്കണേക്കാട്ടിലും ഒക്കെ ആളുകൾക്ക് ആശ്വാസം കൊടുക്കും. ആ അർത്ഥത്തിൽ ആശ്വാസം നൽകാൻ നമ്മളതാണെന്ന് തോന്നിക്കണം, നമ്മളതായിട്ടുള്ള വിലപ്പെട്ട ഒരു സാധനം നമ്മളെ സമയം. ഈ സമയം ചെലവഴിച്ച് അവർക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിസാർ സംസാരിച്ചു, ഒരു 100 ചില്ലാനം കിലോ ഗുഡല്ലൂരും കഴിഞ്ഞ് ഇന്ന് ഒരുപാട് ചായപ്പടിത്തോട്ടത്തിൽ കൂടെയും പല എസ്റ്റേറ്റ് പോകുമ്പോൾ പറഞ്ഞതുപോലെ നല്ല പച്ചപ്പൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ തമിഴ്നാടിൻ്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ മനസ്സിന് നല്ല പച്ചപ്പ് കാണുമ്പോഴാണ് ഒരു സമാധാനം. അത് കഴിഞ്ഞ് കാണുമ്പോൾ സംസാരിക്കുന്നത് വാതിലിന് കുച്ചറപ്പില്ല. അത് കഴിഞ്ഞ് ഒച്ചയിട്ട് പുറത്ത് കരടി അല്ല പുലി, എന്താ പുലി മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കരയാൻ വയ്യ, ഓടാൻ വയ്യ. അങ്ങനെ പുലിയും ആളും മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട കഥകൾ. ഭർത്താവിൻ്റെ ആത്മഹത്യ ഒരു ഭാഗത്ത്, ഭർത്താവ് ഉപേക്ഷിച്ചു ഒരു ഭാഗത്ത്, ഇതിലിരിക്കുന്ന ആളുകളെ സാഹചര്യം മറ്റൊരു സ്ഥലത്ത്. ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്മാരും ഒന്നല്ല ഒരുപാട് തരം പ്രയാസം അനുഭവിക്കണം. നേരം വൈകി അവസാനിപ്പിക്കുക. ഈ നമ്മൾക്കൊക്കെ ഇരിക്കുന്ന അധികം ആൾക്കും പരിചയമുള്ള നമ്മളൊരു സഹോദരൻ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊരു ട്യൂമർ വന്ന് സർജറി കഴിഞ്ഞു, കൈക്കും കാലിനും സ്വാധീന പ്രശ്നം. രണ്ടാമത്തെ കൂടുതൽ പ്രശ്നം, വീണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടി പോയി നടക്കാനൊക്കെ തുടങ്ങി. വീണ്ടും ഒരു ആക്സിഡൻറ്റ് പറ്റി തളർന്നു പോയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോയി ഇങ്ങനെ തലക്കുമ്പുറത്ത് നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കുറേ വാക്കുകൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ നീച്ച് നടക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞേ, എല്ലാ അസുഖമൊക്കെ മാറിയാലും ഇപ്പം ഞാൻ കുറച്ചുകൂടി നേരത്തെ വരേണ്ടി വരും. കാരണം വെള്ളിയാഴ്ച നേരത്തെ പോയാൽ ഒട്ടകത്തിനടുത്ത് കൂലിയിട്ടു. ഞാൻ ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഈ ഒട്ടകം വാങ്ങിക്കൊണ്ടുപോകും. ഈ ഒട്ടകം വാങ്ങുന്നുണ്ട്, ഇപ്പം ഇനി അതിനോട് മത്സരിക്കേണ്ടി വരുമല്ലോ എന്നാണ്. പിറ്റത്തെ ആഴ്ച ഞാൻ ചെല്ലുന്നതിന് മുമ്പ് പള്ളിയിൽ അത്ര വേഗം എത്തുമെന്ന് വിചാരിച്ചില്ലേനും. കായ്ക്ക് സ്വാധീനമില്ല, കാലിന് സ്വാധീനമില്ല, ആക്സിഡൻറ്റ് ചെയ്യുമ്പോൾ ചന്തിമേൽ മുറിയായി. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ചെന്ന് വർത്താനം പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ മത്സരിക്കേണ്ടി വരുമല്ലോ, അസുഖം മാറാൻ. എനിക്ക് അസുഖം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ ഞാൻ മത്സരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കുറേ നല്ല വർത്താനം പറഞ്ഞ് പിറ്റത്തെ ആഴ്ച പള്ളിയിൽ എൻ്റെ മുന്നിൽ. ഇന്നലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആദ്യം എത്തി. അപ്പോൾ സലാം ചെല്ലിയപ്പോൾ ഞാനുണ്ട്. അത് ഇന്ന് ഞാൻ കൊണ്ടുപോയി ആ നേരത്തെ വന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു അള്ളാഹു അക്ബർ. ഞാൻ പറഞ്ഞു സന്തോഷമുണ്ട് കണ്ടയിലിട്ടോ എന്ന് പറയുമ്പോൾ പറയണേ അള്ളാഹ് അക്ബർ അല്ലേ ബഷീറാക്ക, എന്നോട് ഇങ്ങോട്ട് പറയാം അള്ളാഹ് അക്ബർ അല്ലേ ബഷീറാക്ക എന്ന് പറയുന്നത് ഒരുപാട് പാണ്ഡിത്യം, ഒരുപാട് വിവരം, ഒരുപാട് പ്രസംഗമില്ല. അള്ളാഹ് വലിയവൻ. അവിടെ നമ്മളെന്താ വെച്ചാൽ ഒരു ചേർത്ത് പിടിക്കല്ലേ, ഒന്ന് കാണുമ്പോൾ ഒരു വർത്തമാനം പറയല്ലേ, ഒരു നല്ല നല്ല ഒരു പോസിറ്റീവ് മൈൻഡിലുള്ള കുറേ സംസാരങ്ങൾ നടത്താൻ പൈസയ്ക്ക് ചിലവില്ലല്ലോ, നമുക്ക് ഒറ്റപ്പെടുമല്ലോ കേട്ടോ. ഇതെല്ലാം പോരാൻ നേരത്തെ പടച്ചോൻ വലിയവനാണ്, ഈ ലോകം പരിപാലിക്കുന്ന റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അള്ളാഹ് കുഴക്കൂലല്ലോ
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല അള്ളാഹുവിനെ എങ്ങനെ ഇടപിടിച്ച് പടച്ചവനോട് ചോദിക്കാനുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്ത് നിരന്തരം നമ്മൾ ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഈ പടച്ചവൻ്റെ സഹായം ഓൽക്കും കിട്ടും, നമുക്കും കിട്ടും. അപ്പോൾ ഈ രോഗസന്ദർശനം എന്നൊക്കെ പറഞ്ഞാൽ ഈ അള്ളാഹിനോട് സൊക്കടാരനായി കണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഹദീസ് അറിയാം, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അന്ത്യനാളിൽ അള്ളാഹു പറയും, സ്വദേശം പറയാണ്, അന്ത്യനാളിൽ അള്ളാഹു പറയും, മനുഷ്യ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ മനുഷ്യൻ പറയും, എൻ്റെ നാഥാ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? അള്ളാഹു പറയും, എൻ്റെ ഒരു ദാസൻ അടിമ രോഗിയായത് നീ അറിഞ്ഞു, എന്നിട്ട് നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. നീ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ നിനക്ക് കാണാമായിരുന്നുവെന്ന് നീ മനസ്സിലാക്കില്ല. ഒരു രോഗിനെ സന്ദർശിച്ചാൽ വൃത്തിയാവില്ല. രാവിലെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കളുടെ പ്രാർത്ഥന കിട്ടും. വൈകുന്നേരം സന്ദർശിച്ചാൽ പ്രഭാതം വരെ 70,000 മലക്കളുടെ പ്രാർത്ഥന കിട്ടും. പാപം ചെയ്യാത്ത മലക്കളുടെ പ്രാർത്ഥന കിട്ടാൻ ഇതുപോലെ എളുപ്പമുള്ള വഴികളില്ല. അപ്പോൾ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത് ആര് പഠിഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നതിന് മുന്നേ അള്ളാൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രോഗസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കിയൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞതാണ്, രോഗിൻ്റെ അടുത്ത് പോയാൽ ഇന്നത് കിട്ടും. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ രോഗസന്ദർശനം ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ ഹദീസുകളിൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം രോഗികളെ സന്ദർശിച്ച് ഓർക്ക് ആശ്വാസം കൊടുത്ത് വേണ്ടി എന്നാൽ ഓരോ ഭൗതികപരമായിട്ട് ഓരോ അനുഭവിക്കുന്ന വേദനയെ പറ്റി പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് ഇതിലേറെ രോഗം വരുമ്പോൾ നമുക്ക് നാളെ പഠിച്ച റബ്ബിൻ്റെ അടുത്ത് കിട്ടാനുള്ള പ്രതിഫലത്തെ പറ്റി ഓർമ്മിപ്പിച്ചു കൊടുത്ത്, ഇത് സമ്പത്തില്ലാത്തവനാണെങ്കിൽ കുറച്ചും കൂടി മറ്റുള്ള ഭൗതിക കാര്യങ്ങൾ ഇടപെട്ട് കൊടുത്ത്, ഇനി സമ്പത്തും സൗകര്യമുള്ളവരാണെങ്കിൽ ഇതിനൊക്കെ കിട്ടാനുള്ള സ്വർഗ്ഗമാണെന്ന് പരസ്പരം ഉപയോഗപ്പെടുത്തി, ഇനി പാണ്ഡിത്യം അറിവും കഴിവുള്ളവരൊക്കെ ആണെങ്കിലും രോഗം വരുമ്പോൾ ഒരു പടി ചിലപ്പോൾ കീഴ്പ്പെട്ട് ഈമാൻ പോകുമ്പോൾ അത് പുതുക്കി കൊടുക്കുന്ന നല്ല വർത്തമാനം പറയേണ്ട ബാധ്യതയും കൂടി നമുക്കുണ്ടെന്നും, അങ്ങനെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ പഠിച്ച റബ്ബിൻ്റെ സഹായം നമുക്ക് കിട്ടുന്നുള്ളതും, അത് നമ്മൾ ആത്യന്തികമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവുന്നുള്ളതും, അത് നമ്മളെ പരലോകത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടാവുന്നുള്ളതും, ദുന്യാവിൽ തന്നെ നമുക്ക് ഉള്ളത് കിട്ടിയത് പോരാ എന്ന് തോന്നുന്നതിന് പകരം കിട്ടിയിട്ടുണ്ടല്ലോ അൽഹംദുലില്ലാ എന്ന് ഉള്ളിൽ തട്ടി പറയാനുള്ളൊരു അവസരമായി കിട്ടാനൊക്കെ ഈ രോഗസന്ദർശനം ഉപയോഗിക്കും. ആ രീതിയിൽ വരുന്ന ആളുകളോട് പെരുമാറാനും സമയവും സമ്പത്തൊക്കെ ആ രീതിയിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വേർപ്പൊലുക്കി അള്ളാഹിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹിൻ്റെ ദീനും അള്ളാഹുവും റസൂൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ അർത്ഥത്തിൽ മലക്കുകൾ അകമ്പടിയിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അങ്ങനെ അങ്ങോട്ട് നെറ്റിത്തടം വേർപ്പിൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ മരിച്ചു വേണം ഭാഗ്യവാന്മാരിൽ അള്ളാഹ് എന്നെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്താൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.